ഒരൊറ്റ നിമിഷം മതി നമ്മുടെ ജീവിതം മൊത്തം മാറി മറിയുവാൻ. ഈ ഒരു ഡയലോഗ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തന്നെയായിരുന്നു ശ്രീലക്ഷ്മി എന്ന ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലും സംഭവിച്ചത്. തൃശൂർ സ്വദേശിയായ ശ്രീലക്ഷ്മി ഒരിക്കൽ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയും അതിനിടയിൽ സോപ്പുണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ട് കൗതുകം തോന്നി സ്വന്തമായി ഒരു സോപ്പുണ്ടാക്കുവാൻ തീരുമാനിച്ചു. അത് തന്നെയായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ ചുവടുവയ്പ്. മകൾക്കൊപ്പം സോപ്പുണ്ടാക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. നിരവധി പേരാണ് ഇതിനോടകം തന്നെ ശ്രീലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തിയത്. മാത്രവുമല്ല, ചിലർ സോപ്പ് വാങ്ങി ഉപയോഗിക്കുകയും അത് നന്നായതുകൊണ്ട് തന്നെ മറ്റു ചിലർക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. പിന്നീട് അതൊരു ഓൺലൈൻ ബിസിനസ്സായി മാറുകയായിരുന്നു എന്നുള്ളത് ശ്രീലക്ഷ്മി പോലും അറിഞ്ഞിരുന്നില്ല. എന്തായാലും 630 രൂപ മുതൽ മുടക്കിൽ തുടങ്ങി ഇന്ന് നല്ലൊരു ശതമാനം തുക ഓൺലൈനിലൂടെ വരുമാനം നേടുകയാണ് ശ്രീലക്ഷ്മി എന്ന ഈ യുവതി. ഹലോ, എൻ്റെ പേര് ശ്രീലക്ഷ്മി. പെരിങ്ങോട്ടുകരയാണ് വീട്. എനിക്കൊരു മോളുണ്ട്, 8 വയസ്സാവണു. പിന്നെ ഫാമിലി ആയിട്ട് പെരിങ്ങോട്ടുകര തന്നെയായിരുന്നു താമസം. എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, ജോലിക്കൊന്നും പോകണതൊന്നും ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. വീട്ടിലെ കാര്യങ്ങൾ നോക്കി വീട്ടിലിരിക്കാനുള്ളൊരു ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ 10 വയസ്സിൽ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയുടെ ജോലി തിരക്കുകൾ എന്നെയൊക്കെ ഒരുപാട് മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ട്. സ്കൂളിൽ മീറ്റിങ്ങിന് വരുന്ന കാര്യങ്ങളാണെങ്കിലും സ്കൂളിൽ വിട്ടിട്ട് വരുമ്പോൾ അമ്മ ഉണ്ടാവില്ല. തൊട്ടടുത്ത വീട്ടില് വസന്തമ്മേരെ അടുത്തും നള്ളിയമ്മേരെ അടുത്തും ഒക്കെയാണ് ഞാൻ ഇരിക്കാറ്. അപ്പോൾ അവർ ചായയൊക്കെ വെച്ച് തരും. അപ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ഒരു സ്കൂൾ കാലഘട്ടം. അപ്പോൾ ഞാനിനി കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ജോലിക്കൊന്നും പോവാതെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയായിരുന്നു. പിന്നെ ഫാമിലിയായി വീട്ടിലിങ്ങനെ ഒതുങ്ങി കുറേ നാള് അങ്ങനെ ഇരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ സ്ത്രീകളിലും ഉണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഞാനും കുറെ നേരിട്ടിട്ടുണ്ട്. കാരണം ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. പിന്നെ മോള് ഉള്ള സമയത്ത് മോളുടെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിലും ജോലിക്ക് പോകും. മോളും സ്കൂളിൽ പോയിരുന്ന സാഹചര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൾ, ഒറ്റപ്പെടലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മോൾ LKG ചേർന്നപ്പോൾ DED ക്ലാസ്സിന് കയറി. അങ്ങനെ 2 വർഷത്തെ ഒരു കോളേജ് ലൈഫ് വീണ്ടും കിട്ടി. സ്കൂളിൽ വർക്ക് ചെയ്തു. ഒരു 3-4 മാസം വർക്ക് ചെയ്തപ്പോഴത്തേക്കും കോവിഡ് എന്നുള്ളൊരു മഹാമാരി ശരിക്കും നമ്മളെയൊക്കെ ബാധിച്ചു. സ്കൂളൊക്കെ അടച്ചു. ശരിക്കും എനിക്ക് ഒരുപാട് വിഷമങ്ങളും ഒറ്റപ്പെടലിൽ നിന്നൊക്കെ ഭയങ്കര റിലാക്സ് ആയിരുന്നു സ്കൂളിൽ കയറുമ്പോൾ. സ്കൂളിൻ്റെ ഗേറ്റ് തുറന്ന് നമ്മൾ കയറുമ്പോൾ ഒരുപാട് കുട്ടികൾ ടീച്ചറെ നിന്ന് വിളിച്ച് വരുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒറ്റൊരു ദിവസം കൊണ്ട് തന്നെ ഇല്ലാതായി. അങ്ങനെ വീണ്ടും വീട്ടിലിരുന്നിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ആയിരുന്ന സമയത്തായിരുന്നു ഞങ്ങളുടെ ഒരു പ്രാദേശിക ചാനലിൽ ഒരു ന്യൂസ് റീഡിങ്ങിൻ്റെ ഒരു ഓഫർ വന്നു. അപ്പോൾ വേണോ വേണ്ടേന്ന് കുറേ ആലോചിച്ചു. അപ്പോൾ 100% സമ്മതമില്ലാതെ എൻ്റെ ഒരു പാതി മനസ്സിൽ ഞാൻ കയറി. അപ്പോൾ അതൊരു മനസ്സിൽ നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാനിവിടെ തൃശ്ശൂർ ബ്രില്യൻസ് കോളേജിൽ PSC കോച്ചിങ്ങിന് പോരുന്നു. അങ്ങനെ അവിടെ തന്നെ ജോലിക്കൊരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വർക്ക് ചെയ്തു. വീട്ടിലത്തെ ജോലികളും മോളുടെ കാര്യങ്ങളും അത് കഴിഞ്ഞ് ഓഫീസിലേക്ക് വരലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് യൂട്യൂബിൽ ഇങ്ങനെ നോക്കും, എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ, എക്സ്ട്രാ വരുമാനം. റെൻറ്റ് കൊടുക്കണം, വീട്ടിലെ കാര്യങ്ങൾ എല്ലാം കൂടെ എന്നെ കൊണ്ട് പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കറ്റാർവാഴ കൊണ്ട് ഒരു സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അത് കുറേ നോക്കിയപ്പോൾ നല്ല രസമുണ്ട്, ഉണ്ടാക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ടെറസിൻ്റെ മേലെ സുമംഗലാൻറ്റിയുടെ ഒരു അടുക്കളത്തോട്ടുണ്ട്. അവിടെ നിന്ന് ഞാനും മോളും ആൻറ്റിയും കൂടെ പോയിട്ട് ഒരു തണ്ട് മുറിച്ചു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവരൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഭയങ്കര സ്ട്രഗിളിംഗ് ഉള്ളൊരു ടൈമായിരുന്നു. എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഇവിടെ ഇത്രയും നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞാനും മോളും കൂടെ രാത്രി ഒരു നല്ലൊരു ഹാപ്പി ആയിട്ട് തന്നെ വീഡിയോ ഉണ്ടാക്കി. വീഡിയോ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് ഫേസ്ബുക്കിലിട്ടു. ഫേസ്ബുക്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. പിന്നെ ആൻറ്റി ആണെന്നുണ്ടെങ്കിലും സുമംഗല ആൻറ്റിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് ആൻറ്റിക്ക് ഒരു നല്ല ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് സോപ്പ് കൊണ്ടുകൊടുത്തു. അപ്പോൾ അതോട് കൂടിയിട്ട് സോപ്പ് മേക്കിങ് ഭയങ്കര ഇഷ്ടമായി, സക്സസ് ആവുകയും ചെയ്തു. പതുക്കെ ഞാനിങ്ങനെ വീഡിയോ കൂട്ടി സോപ്പിൻ്റെ വീഡിയോസ് കുറേ കണ്ട് സോപ്പ് വെറൈറ്റി കുറേ ടൈപ്പ് സോപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചു. ആദ്യം ഞാനൊരു കറ്റാർവാഴയുടെ സോപ്പ് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഒരു വെറൈറ്റി ആയിട്ട് റെഡ് വൈൻ, ചാർക്കോള്, പിന്നെ നീം, കോഫി, അലോവേര, അങ്ങനെ പപ്പായ, ബീട്രൂട്ട് എല്ലാ സോപ്പുകളും ഉണ്ടാക്കുമായിരുന്നു. ആ ഒരു സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കുമായിരുന്നു, ഒരു സാമ്പാർ കഷ്ണം വാങ്ങിച്ചു തന്നാൽ നീ അതെല്ലാം വെച്ച് സോപ്പ് ഉണ്ടാക്കുമല്ലോ. അത്രയും ഇൻട്രസ്റ്റ് ആയിരുന്നു. ഓരോ ദിവസം രാവിലെ എണീക്കുമ്പോഴും ഓരോ പുതിയ പ്രൊഡക്റ്റായിട്ട് ഞാൻ തൊട്ടടുത്ത റൂമിലേക്ക് എൻ്റെ അടുത്തേക്ക് ചെല്ലാം. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനാണെന്നുണ്ടെങ്കിലും അയച്ചു കൊടുക്കുമ്പോഴും ഭയങ്കര സന്തോഷത്തോടു കൂടി ചെയ്തിട്ടുള്ള ഒരു ജോലിയാട്ടോ. ഒരിക്കലും ഉറക്കൊളച്ച് ജോലി ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ഒരു വിഷമം ഉണ്ടായിട്ടില്ല. പിന്നെ ഷാമ്പു, കണ്ടീഷണർ, ഫേസ് വാഷ്, ക്രീമുകൾ, ജെൽ ഐറ്റംസ്, അങ്ങനെ എല്ലാ ഐറ്റംസും ചെയ്തു. ഹെയർ ഓയിലുകൾ ചെയ്തു. അങ്ങനെ ഓഫീസിലെ ജോലി പതുക്കെ വിടാന്നുള്ളൊരു മാനസികാവസ്ഥയായി.
ഇതിൽ നിന്ന് നല്ല സന്തോഷമുള്ള ഒരു ജോലിയാണല്ലോ, പിന്നെ വേറെ ഒരാളുടെ കീഴിൽ നിൽക്കണ്ട. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ജോലിക്ക് പോവാതിരിക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ വീട്ടിലിരുന്നിട്ട് സോപ്പ് കുറച്ച് ഉണ്ടാക്കി തുടങ്ങി. മോളും എൻ്റെ കൂടെ തന്നെയുണ്ട്, അവളെ കൊണ്ടുപോകേണ്ട. അവളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചും കൂടുതൽ ഓർഡറുകൾ വന്നപ്പോൾ ഞാൻ 2 പേരെ എനിക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് വെച്ചു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂടെ പെയിൻ ഗസ്റ്റായിട്ട് റൂം ഷെയർ ചെയ്യാനൊരു മിന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും എൻ്റെ മോളും കൂടെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർ പാക്ക് ചെയ്യാനിരിക്കും. അപ്പോൾ മിന്നു പാക്ക് ചെയ്യാനിരിക്കുമ്പോൾ അവൾക്ക് ഞാൻ കുറച്ച് പൈസ കൊടുക്കും, ഒരു 200 രൂപ 300 രൂപ എൻ്റെ മോൾക്കും കൊടുക്കാറുണ്ട്. അവൾ എൻ്റെ നിന്ന് ചോദിച്ച് വാങ്ങിക്കും ഞാൻ പാക്ക് ചെയ്തതിൻ്റെ പൈസ. അങ്ങനെ അവർക്കൊരു സന്തോഷം. അങ്ങനെ 1-2 പേരെ ഞാൻ വെച്ചു. പിന്നെ അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ പിന്നെ അതിന് ശേഷം വിചാരിച്ചത്ര മേലേക്ക് കയറാൻ എനിക്ക് പറ്റിയില്ല. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പൈസ വെച്ചിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ബിസിനസ് അല്ലല്ലോ. ആദ്യത്തെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒരു ഹെൽപ്പ് കൊണ്ടും ഒക്കെയാണ് കുറച്ച് കയറി. പിന്നെ സാലറി കിട്ടിയ പൈസയൊക്കെ വെച്ച് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അതൊന്നും ഇപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരുന്നു എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് എന്നെ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അറിയാം, എൻ്റെ റിലേറ്റീവ്സിനും എല്ലാവർക്കും അറിയാം എൻ്റെ ശരിക്കുള്ള ഒരു സ്ട്രഗിളിങ് എന്തായിരുന്നു എന്നുള്ളത്. പിന്നെ ഏറ്റവും ഒരു കാര്യം പറയാനുള്ളത്, നല്ല സുഹൃത്തുക്കളോടൊപ്പം തന്നെ കുറച്ചൊരു പാതി വഴിയിൽ ഹസ്ബൻഡും എൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു. അതും പറയാതിരിക്കാൻ പറ്റുന്നില്ല. നല്ലൊരു ഫ്രണ്ടായിട്ട് ഇപ്പോഴാണെന്നുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ഷോപ്പിംഗ് ഒന്നും ഞാൻ ചെയ്തിരുന്നില്ല. അപ്പോൾ ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങിച്ചു തരുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ആളോട് പറഞ്ഞു ഒരു സോപ്പ് മേക്കിംഗ് കിറ്റ് വേണം. അങ്ങനെ 630 രൂപയ്ക്ക് ഞങ്ങളൊരു സോപ്പ് മേക്കിംഗ് കിറ്റ് വാങ്ങിച്ചു. ആ ഒരു ഒറ്റൊരു കിറ്റിൽ നിന്നാണ് ഞാനിത് തുടങ്ങിയത്. ഒരു മോൾഡേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഒത്തിരി മോൾഡുകൾ വാങ്ങിച്ചു. പിന്നെ അടുക്കളയിലുള്ള പാത്രങ്ങളും കൈലുകളും വെച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ഇപ്പോൾ അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ ഒരു 630 രൂപയാണ് എൻ്റെ ഈ ഒരു എവർലി ഓർഗാനിക്സിൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത്. ഏറ്റവും ഒരു വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ന്യൂസ് പേപ്പറിലും ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. കുറേ ലക്ഷങ്ങളൊന്നും എൻ്റെ കയ്യിലിട്ടില്ല. ഞാൻ വളരെ നിസാരമായിട്ട് തുടങ്ങിയതാണ്. കിട്ടുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് ചിലവുണ്ട്. ഒരുപാട് പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്, റൂം കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ മെറ്റീരിയൽ തന്നെ ഒരുപാട് പൈസ ആവുന്നുണ്ട്. ചെറിയ രീതിയിൽ തുടങ്ങുന്ന കാരണം കൊണ്ട് എനിക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്ട്രാ വരുന്നുണ്ട്, എക്സ്പെൻസ് വരുന്നുണ്ട്. ബൾക്കായിട്ട് തുടങ്ങിയിട്ട് എക്സ്പെൻസ് കുറച്ച് ഇപ്പോൾ കൊടുക്കുന്നതിനെക്കാട്ടിലും റേറ്റ് കുറവിന് എനിക്ക് എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം ഇപ്പോൾ ഓർഗാനിക് സോപ്പ് ആയതുകൊണ്ട് നല്ല റേറ്റ് വരുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഒരുപാട് പേർക്ക് വാങ്ങിച്ച് ഉപയോഗിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത്രയും റേറ്റ് കൊടുത്തിട്ട് ഞാൻ പോലും വാങ്ങിച്ച് ഉപയോഗിച്ചിരുന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും റേറ്റ് കുറച്ചിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് നോക്കുന്നുണ്ട്. അതിന് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്നുണ്ട്. മുദ്ര ലോണോ അല്ലെങ്കിൽ ബിസിനസ് ലോൺ, എന്തെങ്കിലും ലോണുകൾ എടുത്തിട്ടാണെങ്കിലും നല്ല രീതിയിൽ തുടങ്ങിയിട്ട് കുറച്ചും കൂടെ പേർക്ക് ജോലി കൊടുക്കണം. ഇപ്പോൾ കൂടുതലായിട്ട് വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയാണ് ഞാൻ കൂടുതൽ നോക്കുന്നത്. കാരണം എൻ്റെ പോലെ തന്നെ പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അതുപോലെ വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ലാത്ത ആൾക്കാർ കുറേ പേരുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകൾക്കൊക്കെ ജോലി കൊടുത്ത് വലിയൊരു സംരംഭമാക്കി എടുക്കാനാണ് എനിക്ക് ആഗ്രഹം. ഇപ്പോൾ ഈ ഒരു ബിസിനസ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ സോപ്പിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ഷാമ്പൂ, കണ്ടീഷണർ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുഡിൻ്റെ ഐറ്റംസ് ചെയ്യണം, കേക്ക് ചെയ്യണം, തുന്നലിൻ്റെ ഡ്രസ്സിൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങണം. കുറേ ആഗ്രഹങ്ങളുണ്ട്. കുറേ സ്ത്രീകളെ ജോലി കൊടുത്തിട്ട് എനിക്ക് എൻ്റെ ഒരു സന്തോഷം എനിക്ക് പങ്കുവയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിനെല്ലാ സപ്പോർട്ടും ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇതൊന്നും വലിയൊരു സംഭവമൊന്നുമല്ല. നമ്മളൊരു സോപ്പ് എടുത്ത് കുളിക്കുമ്പോൾ നമ്മൾ അറിയാമായിരുന്നു ഒരു സോപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മാക്സിമം നോക്കുക. ഇപ്പം എൻ്റെ അടുത്ത് പലരും പറഞ്ഞിരുന്നു സോപ്പ് ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ഉണ്ടാക്കൂലേ, പിന്നെ എന്തിനാ അങ്ങനെ. അപ്പോൾ അതല്ലല്ലോ, എല്ലാവർക്കും ജീവിക്കണ്ടേ. സോപ്പ് കമ്പനി ഒരെണ്ണമല്ലല്ലോ, 100,000 സോപ്പ് കമ്പനികൾ ഉണ്ടാക്കാം. എല്ലാ സ്ത്രീകളും ജോലി എടുക്കട്ടെ, എല്ലാവരും സോപ്പുകൾ ഉണ്ടാക്കി എല്ലാവരും ഉപയോഗിച്ച് നോക്കട്ടെ. എല്ലാവരുടെ കഴിവുകളും അവനവൻ ഉപയോഗിക്കാം.
അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്ത് ജോലി ചെയ്യുന്നതിന് ഏറ്റവും വലിയ സന്തോഷമാണ് ഇത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലേ വേറൊരാൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇഷ്ടമാണെന്ന് പറയണത്. ഇപ്പം നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് മാത്രമേ ഇതിൻ്റെ ഒരു സംതൃപ്തി കിട്ടുള്ളൂ. പുറത്തൊരാൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അവർ നല്ല ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമല്ലേ, അതിനപ്പുറം സന്തോഷമാണ് ഈ ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് അവർ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. പിന്നെ ഇത് ഭയങ്കര കളർഫുൾ അല്ലേ, നമ്മുടെ ലൈഫും അതുപോലെ തന്നെ കളർഫുൾ ആവും. ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഈ സോപ്പ് ഉണ്ടാക്കിയിട്ട് അത് പുറത്തേക്ക് എടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ ഒരു പരിപാടി, ഒരു ബിസിനസ്സും ഒരു ജോലിയും ചെയ്താൽ കിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വീട്ടിലിരുന്ന് മടുപ്പ് തോന്നുമ്പോഴും ഒറ്റപ്പെടുമ്പോഴുമൊക്കെ പലർക്കും പല വിഷമങ്ങളും ഉണ്ടാകാറുണ്ട്. അതെല്ലാം മാറ്റിയെടുക്കുവാൻ സ്വന്തമായി ഒരു വഴി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ശ്രീലക്ഷ്മിയുടെ ലക്ഷ്യം. അതിൽ താൻ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് തന്റെ ജീവിതത്തിലൂടെ ശ്രീലക്ഷ്മി കാണിച്ചു തരുന്നത്. തീർച്ചയായും നമുക്ക് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെറൈറ്റി മീഡിയയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത്.